Congratulations, Lashmi, for securing All India Rank 297 in CSE 2024. Yeah, അപ്പോൾ ലക്ഷ്മി ഒത്തിരി പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. സിവിൽ സർവീസസ് ഒരുപാട് പേര് വലിയ ആഗ്രഹമാണ്, അല്ലെങ്കിൽ സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന ഒരുപാട് ആസ്പിറൻസ് നമുക്ക് ചുറ്റുമുണ്ട്. എന്തായിരുന്നു ലക്ഷ്മിന്റെ ഒരു ജേർണി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ഈ ഒരു സക്സസ് ജേർണി എങ്ങനെയായിരുന്നു? എന്റേത് ഞാൻ കോഴിക്കോട് സ്വദേശിനിയാണ്. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. അതിന്റെ ശേഷം ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ബിടെക്കിന് ജോയിൻ ചെയ്തത് IIT മദ്രാസ് നിന്നാണ് ബിടെക് കഴിഞ്ഞത്. അപ്പം നമ്മൾ +2 വരെ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ മൈൻഡിൽ ഇങ്ങനത്തെ ഒരു ഡ്രീമേ ഉണ്ടായിരുന്നില്ല. കോളേജിൽ പഠിച്ചു. അതിന്റെ ശേഷം ഞാനൊരു ജോബിൽ കയറി. ഡേറ്റാ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ബാംഗ്ലൂർ. ഒരു 3 years 2021 വരെ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ജോബിൽ ഇരിക്കുകയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നുന്നത്. അതിന് മുന്നേ ചില ആളുകളൊക്കെ എന്നോട് മെൻഷൻ ചെയ്തിരുന്നത് എഴുതിക്കൂടെ, ഒരു സാറൊക്കെ എന്നോട് ചോദിച്ചിരുന്നു, എൻ്റെ ഒരു പ്രൊഫസർ. പക്ഷെ അങ്ങനെ ഒരു ആ സമയത്ത് അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ജോബിൽ നിൽക്കുകയാണ് എനിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. അങ്ങനെ ജോബിൽ തന്നെ ഇരുന്നുകൊണ്ട് ഒരു 1 or 2 attempts ഞാൻ അവിടെ ഇരുന്ന് കൊടുത്തു. പക്ഷെ അത് ഒട്ടും പ്രിലിംസ് കട്ട് ഓഫിൽ നിന്ന് തന്നെ മേക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ജോബ് ക്വിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇത് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. 2021 ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് ഇവിടുന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇതിപ്പം ഓവറോൾ ടോട്ടൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ 5th attempt ആണ് ഞാൻ ക്ലിയർ ചെയ്തത്. അപ്പോൾ 2021 ട്രിവാൻഡ്രം എത്തി ലക്ഷ്മി. 2021 എത്തിയതിനു ശേഷം പിന്നെയുള്ള പ്രിപ്പറേഷനും സെൽഫായിരുന്നു. കാരണം ഒരു റെഗുലർ കോഴ്സ് ആയിട്ടൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജോയിൻ ചെയ്തിട്ടില്ല, സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഈ സെൽഫ് പ്രിപ്പറേഷൻ ഇപ്പോൾ ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ച് നമുക്ക് IAS ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ലക്ഷ്മിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ സെൽഫ് പ്രിപ്പറേഷൻ ഏത് പോയിന്റ് വരെ എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എഫക്റ്റീവ് അല്ല? സെൽഫ് പ്രിപ്പറേഷൻ വഴി ഇപ്പൊ ക്ലിയർ ചെയ്ത ആളാണ് ഞാൻ. അപ്പം എന്താ പറയാ, അതുകൊണ്ട് പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങനെ അതുകൊണ്ട് നമുക്ക് കിട്ടാതിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു അറ്റംപ്റ്റ് എവിടെയും കോച്ചിങ് എടുത്തിട്ടില്ല, അപ്പൊ അത് ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ മെയിൻസ് എഴുതാൻ പോകുന്ന ഒരാളൊക്കെയാണ്, നിങ്ങൾ ഒരിക്കലും അത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾക്ക്, കാരണം ഞാൻ ഇതിന് കോച്ചിങ് എടുക്കാതിരുന്നത് ഒരു റീസൺ കാരണമായിരുന്നു. അതെന്താന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആരെയും പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാലും അതിന് ഞാൻ തന്നെ വേറെ ഇരുന്ന് എഫേർട്ട് ഇടണം. കാരണം ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് കേട്ട് കഴിഞ്ഞാലും അത് പഠിക്കാൻ ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ സയൻസ് നമുക്ക് ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വരുന്നത് പോലെ സോഷ്യൽ സയൻസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ മൈൻഡിലിരുന്നത് എന്തായാലും സമയം ഒറ്റയ്ക്ക് കൊടുക്കണം. അപ്പൊ രാവിലെയുള്ള സമയം അല്ലെങ്കിൽ അതിന് വേറെ എന്തിനാ നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത് ഒരു തോട്ട് പ്രോസസ്സിൽ കൊണ്ടായിരുന്നു ഞാൻ കോച്ചിങ് ജോയിൻ ചെയ്യാതിരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എനിക്ക് ആ ഒരു ഒപ്പീനിയൻ അത്ര മാറിയിട്ടില്ല ഓണസ്റ്റ്ലി. പക്ഷേ ഈ ഒരു എക്സാമിൽ നമുക്ക് കോച്ചിങ്ങിന് ചിലപ്പോൾ ചില അഡ്വാൻറ്റേജസ് ഉണ്ടാവും. കാരണം എക്സാമിന് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ പഠിക്കുന്നത് നമുക്ക് പഠിക്കാൻ മേ ബി വി ക്യാൻ സ്റ്റഡി ബൈ ourselves. പക്ഷെ എക്സാമിന് ആരെങ്കിലും ഒന്ന് ചിലപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ട്. കാരണം പ്രിലിംസിനും മെയിൻസിനും 2 ഡിമാൻഡാണ്. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ സ്റ്റേജിൽ അത് വേറെ ഡിമാൻഡാണ്. അപ്പൊ if there is somebody who has gone through this process, അവരുടെ ആ ഒരു ഒപ്പീനിയൻ ഒരുപാട് വാല്യൂ ഉണ്ട്. ഇൻഫാക്ട് എനിക്ക് തന്നെ ഒരു മേജർ ചേഞ്ച് വന്നിട്ടുള്ള ഒരു പ്രോപ്പർ ഒരു മെന്ററിനെ കിട്ടിയതിന് ശേഷമാണ്. അപ്പം പുള്ളി ഇതുപോലൊരു ജേർണി പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് ഈ ജേർണി റിലേറ്റീവ്ലി വളരെ സിമ്പിൾ ആയിരുന്നു. അതുവരെ എനിക്ക് തോന്നുന്നു ഐ സ്ട്രഗിൾ ഫോർ എ വെരി ലോങ് ടൈം ടിൽ ഐ മെറ്റ് ദാറ്റ് മെന്റർ. അപ്പൊ ആ ഒരു പ്രോസസ്സ് എനിക്ക് തോന്നുന്നു അത് നമുക്ക് മെന്റേഴ്സിനെ കിട്ടിയ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയൊക്കെ ആയിരിക്കുമല്ലോ. സോ ഐ തിങ്ക് അതിനൊരു വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ 2021 തൊട്ട് 2025 ജേർണിയിൽ ഐ തിങ്ക് അല്ലെങ്കിൽ 2024 വരെ ഐ വുഡ് സേ ഇപ്പം നമുക്കറിയാം ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ, ഇപ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ ടോപ്പറായിരിക്കും. അപ്പോൾ അവർ വന്ന് ഒരുപാട് കുട്ടികൾ ചിന്തിക്കുന്നത് ഫസ്റ്റ് ഒരു 1 year നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള ഒരു മൈൻഡിലുള്ള കുട്ടികളുണ്ട്. അത് കിട്ടാണ്ട് വരുമ്പോൾ അവർ ഭയങ്കര ഡെസ്പാവുന്നു, അല്ലെങ്കിൽ they feel that what I have done in the school college level is absolutely waste എന്ന് ചിന്തിച്ച് ഭയങ്കര ഡെസ്പടിച്ചു പോകുന്ന കുട്ടികളുണ്ട്. അപ്പം നമുക്കറിയാം സിവിൽ സർവീസസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ what all the application point of view, knowledge point of view, what all the deficits we have to fill in, we have to refine ourselves in every process of this journey. അപ്പോൾ ഈ റിപ്പീറ്റേഴ്സിനോട് അല്ലെങ്കിൽ ഒരു വർഷം എഴുതി കിട്ടിയില്ല, ചിലപ്പോൾ നമുക്ക് 2nd or 3rd or 4th or 5th അറ്റംപ്റ്റിലായിരിക്കും കിട്ടുന്നത്. അപ്പം ലക്ഷ്മിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ റിപ്പീറ്റേഴ്സിനോട് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വർഷം കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് വർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. കാരണം ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെ
100% ചാൻസ് ഈ പരീക്ഷയിൽ ഒരു ഇൻഡിവിജ്വലിന് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെയാണ്. കാരണം എഴുതുന്ന അത്ര ആളുകളിൽ നിന്ന് കുറച്ച് പേരെയാണ് ഇത് എക്സാം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് സെൽഫ് വർത്തുമായിട്ട് ഒരിക്കലും അസോസിയേറ്റ് ചെയ്യരുത്. നമ്മളൊന്ന് ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യുക, എന്ത് റീസൺ കൊണ്ടാണ് നമുക്ക് ഇത് കിട്ടാതിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷനുള്ള ഇഷ്യൂ ആവാം, അതല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ്, ഇത് രണ്ടും എനിക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എസ്പെഷ്യലി പ്രിലിംസിന്റെ മെയിൻസിന്റെ ഇടയിലുള്ള ഒരു പീരീഡ് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് കാം ആണെങ്കിൽ മാത്രമേ നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ അത്രയും ആവശ്യമുള്ള പേപ്പറാണത്, കാരണം അതൊരു സബ്ജക്റ്റീവ് പേപ്പർ ആണെന്നുള്ളതുകൊണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ കറക്റ്റ് അല്ലേ? പ്രിപ്പറേഷൻ നമുക്ക് കുറച്ചുകൂടെ കിട്ടുന്ന മാർക്സ് അനലൈസ് ചെയ്യാൻ പറ്റും, മാർക്ക് അല്ലാതെ മൈൻഡ് സെറ്റ് അനലൈസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇഫ് യു ക്യാൻ പിൻ പോയിന്റ് ടു സംതിങ്, ഇത് ഇന്ന റീസൺ കൊണ്ടായിരിക്കും ഈ വർഷം വർക്ക് ചെയ്യാതിരുന്നത് എന്നൊരു പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ആസ്പെക്ട് ചേഞ്ച് ചെയ്യാം, എന്നിട്ട് മാത്രം നെക്സ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കാം. അല്ലാതെ ഇത് നമ്മളുടെ ഒരു സെൽഫ് വർത്തിനെ എഫക്ട് ചെയ്തിട്ട് പിന്നെ എന്താ പറയാ, ഇത് ക്ലിയർ ചെയ്താലേ എനിക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് കുറച്ചൊരു കറക്റ്റ് പ്രോസസ് ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ അതിനെ അസോസിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രിലിംസ് എങ്ങനെയായിരുന്നു ലക്ഷ്മി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മെയിൽ പ്രിലിംസ് വരുന്നു, അപ്പോൾ ഒരു ഇത്ര മാസം മുമ്പ് പ്രിലിംസിന് ഫോക്കസ് ചെയ്ത് തുടങ്ങും, അല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഒരു ഇയർ പ്ലാനിൽ പ്രിലിംസ് മെയിൻസ് ഇന്റഗ്രേറ്റഡ് ആയിരിക്കും. എന്ത് അപ്രോച്ച് ആയിരുന്നു പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്മിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഞാൻ ഫസ്റ്റ് ടൈം പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് 5 months ഡെഡിക്കേറ്റഡ്ലി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ ലക്ഷ്മികാന്ത്, സ്പെക്ട്രം, ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ വായിച്ചിട്ട് ആ ഫസ്റ്റ് റൗണ്ട് പഠിച്ചപ്പോൾ തന്നെ ഞാൻ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് റൗണ്ട്. അതുകൊണ്ട് തന്നെ പിന്നത്തെ സബ്സിക്വന്റ് അറ്റംപ്റ്റ്സിൽ എനിക്ക് പ്രിലിംസിന് അത്ര സമയം എടുത്തിട്ടില്ല. പിന്നെ എപ്പോഴും ഐ വുഡ് ഗോ ബാക്ക് ടു ദ സെയിം നോട്ട്സ്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം എല്ലാവരും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് സമയം എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. കാരണം ആ ഒരു പിന്നീട് അതിന് ശേഷം പ്രിലിംസിനൊക്കെ മാക്സിമം ഒരു 1.5 to 2 months പലപ്പോഴും ഞാൻ കൊടുത്തിട്ടുള്ളൂ പ്രിലിംസിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ കൊടുക്കുന്ന സമയം ഫോക്കസ് ഓൺ റൈറ്റിംഗ് 1 test അറ്റ്ലീസ്റ്റ് എവറി സൺഡേ. അതിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ് അത് നമ്മൾക്കൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് കൊടുക്കുന്നത് നമ്മളുടെ ഒരു പ്രാക്ടീസ് ശരിയാവാൻ, ആ ഒരു 2 hours നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ശരിയാവാൻ, ഇതൊക്കെ നോക്കാനാണ്. അതല്ലാതെ നമ്മുടെ ഫോക്കസ് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലായിരിക്കണം. കാരണം അതിനൊരു ബേസ് ആയിട്ട് എടുത്തിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ഏതെങ്കിലും അതിനകത്ത് വല്ല ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്യുക. ഈ ഒരു അപ്രോച്ച് ആണ് പിന്നീട് ഫോളോ ചെയ്തിട്ടുള്ളത്. വിത്ത് റിഗാർഡ് ടു എസ് എ, ഇപ്പൊ എസ് എ നമുക്കറിയാം, ഇപ്പം കമ്മിങ് ടു ദ ഫൈനൽ റൗണ്ട്സ്, ഇപ്പൊ നമ്മുടെ GS പേപ്പേഴ്സിനൊക്കെ ഓൾമോസ്റ്റ് ഒരു ഓൺ ആൻ ആവറേജ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു 100 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ എല്ലാവരും സ്കോർ ചെയ്യുന്നുണ്ട്. ബട്ട് ദ തിങ് ഈസ് ആക്ച്വൽ ഗെയിം ചേഞ്ചേഴ്സ് ആർ ഒബ്വിയസ്ലി ഓപ്ഷണലും നമ്മുടെ എസ് എയും എത്തിക്സ് പേപ്പേഴ്സ് ഒക്കെയാണ്. അപ്പം എസ് എ ഇസ് അഗെയിൻ ലൈക്ക് ഇറ്റ്സ് എ ലൈക്ക് യു നോ എന്താ പറയുക, ഒരു നൈറ്റ്മെയർ ആണ് ഒരുപാട് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം. ചിലപ്പോൾ ചിലർ എസ് എഴുതുന്ന GS ആൻസർ എഴുതുന്ന പോലെ തന്നെ എഴുതി പോകാറുണ്ട്. ഈ പറയുന്ന സോക്കോൾഡ് പ്രോപ്പർ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഡയമെൻഷൻസിന്റെ ഇന്റർലിങ്കേജസും അല്ലെങ്കിൽ ഒരു കൊഹറന്റ് ഫ്ലോ ഓഫ് യുവർ തോട്ട്സ്, ഇതൊക്കെ പലർക്കും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എസ് എ ഒരു എന്താ പറയുക, ഒരു ഫ്രഷർ അല്ലെങ്കിൽ അടുത്ത വർഷം എഴുതാൻ പോകുന്ന ഒരാൾ എസ് എനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? എസ് എയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ക്ലൈമറ്റ് ആക്ഷനെ കുറിച്ചിട്ടുള്ളൊരു എസ് ആണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു എസ് എടുത്ത് കാര്യമില്ല. നമ്മുടെ കീവേഡ് എന്താണോ അതിലേക്ക് മാക്സിമം അലൈൻ ചെയ്ത് ആ കീവേഡിൽ ഓരോന്നിനും നമ്മൾ ഡിഫൈൻ ചെയ്ത്, പിന്നെ അതുപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കൊഹറന്റ് ഫ്ലോ ഉണ്ടാവുക. ചില ആളുകൾ എസ് എഴുതുമ്പോൾ എല്ലാ എക്സാമ്പിൾസും, അതായത് ഒരു കൺക്ലൂഷനോ ഇൻട്രഡക്ഷനോ അങ്ങനെ ഒരു ഫ്ലോ ഇല്ലാതെ ഇൻട്രഡക്ഷനിൽ തന്നെ ഒരു വേ ഫോർവേഡ് വന്നു പോകും. അങ്ങനത്തെ ഒരു അതൊക്കെ മാറ്റി. അപ്പൊ നമുക്ക് അതൊക്കെ വരുന്നത് ഒരു പ്രാക്ടീസ് കൂടെ തന്നെയാണ്. നമ്മൾ ആ എസ് എഴുതി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതല്ലാതെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു മുന്നേ വായിച്ചിട്ടുള്ള ടെക്സ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കൊരു റെപ്പോസിറ്ററി ഓഫ് എക്സാമ്പിൾസ്, സ്റ്റോറീസ്, കോഡ്സ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ആൻസറിനെ എൻഡ് ചെയ്യുന്ന ആസ്പെക്ട്സ് മാത്രമാണ്. ഓവറോൾ നമ്മള് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതിൽ വരുന്ന ബ്രെയിൻ സ്റ്റോമിംഗ് പ്രോസസ് ആണ്. എസ്സേന്റെ എഴുതുന്നതിന്റെ ഒരു 20 minutes നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ്ങിനെ കൊടുത്ത് ആ ഫ്ലോ എങ്ങനെയായിരിക്കാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. എനിക്ക് തോന്നുന്നു അത് റെഡി ആയാലാണ് എസ്സേയിൽ മാക്സിമം മാർക്സ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പേപ്പറാണ് നമ്മുടെ എത്തിക്സ് പേപ്പർ. ലൈക്ക് നമുക്ക് പ്രിലിംസിനൊന്നും ചെയ്യാനില്ലാത്ത അല്ലെങ്കിൽ മെയിൻസ് മാത്രമായിട്ടുള്ള ഒരു പേപ്പർ, എത്തിക്സ് പേപ്പർ. അപ്പൊ അതിന്റെ 2 sections, തിയറി പോർഷൻസും കേസ് സ്റ്റഡീസും. സ്റ്റിൽ സ്റ്റുഡൻസ് ആർ കൺഫ്യൂസ്ഡ്. എങ്ങനെ നന്നായിട്ട് എത്തിക്സ് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ എത്തിക്സിന്റെ ഒരു അപ്രോച്ച് എന്താണ്, അല്ലെങ്കിൽ റെഫറൻസ് മെറ്റീരിയൽസ് എന്താണ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. സോ എത്തിക്സിൽ എന്തായിരുന്നു ലക്ഷ്മിന്റെ ഒരു സ്ട്രാറ്റജി?
എത്തിക്സിന് ഞാൻ പാർട്ട് എ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത ആളാണ്. കാരണം എനിക്ക് നാച്ചുറലി കേസ് സ്റ്റഡീസിൽ ക്വസ്റ്റിൽ തന്ന അതേ ഫോർമാറ്റിൽ എഴുതുന്നതുകൊണ്ട് അതിന് വേറൊരു ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ആ ഫ്ലോയിൽ തന്നെ അത് പറയുന്നത് രണ്ട് പാർട്ടിലും നമ്മുടെ സ്ട്രെങ്ത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് മറ്റേ ആ സ്ട്രെങ്തിനെ നമ്മൾ അതേപടി സേഫ് ആക്കി വെക്കാം. അത് മാക്സിമം എൻറിച്ച് ചെയ്ത് വെക്കാം. പക്ഷെ മേ ബി വെൻ യു റൈറ്റിംഗ് ദ പേപ്പർ മേ ബി സ്റ്റാർട്ട് വിത്ത് ദി അതർ സെക്ഷൻ. ആ ഒരു ഫസ്റ്റ് നമ്മുടെ ഫുൾ എനർജി പോകുന്നത് നമ്മുടെ ആ ഒരു നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ആ പാർട്ട് പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്തിട്ട് എനിക്കത് പാർട്ട് എ ആയിരുന്നു. എപ്പോഴും ഐ വുഡ് സ്റ്റാർട്ട് ദ പേപ്പർ വിത്ത് പാർട്ട് എ. എന്നിട്ട് കാരണം കേസ് സ്റ്റഡി എനിക്ക് നാച്ചുറലി എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എത്തിക്സിൽ. പിന്നെ നമ്മൾക്ക് ഇതിന് പ്രാക്ടീസ്, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് മാത്രമാണ് എത്തിക്സിൽ വർക്ക് ചെയ്യുക. കാരണം എപ്പോഴും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് എത്തിക്സിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ടൈംലി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിലേക്ക് എൻട്രി ചെയ്യുന്ന എക്സാമ്പിൾസ് ഒക്കെ കണ്ടുപിടിക്കാം. ഇതിന് ബെസ്റ്റ് റിലയൻസസ് റെഫറിംഗ് ടു ടോപ്പർ കോപ്പീസ്. അപ്പൊ ടോപ്പേഴ്സ് എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതി ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നമ്മൾ ആൻസർ ചെയ്യുക, എന്നിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് നമ്മുടെ തന്നെ കറക്റ്റ് ചെയ്യാം. സെൽഫ് കറക്ഷൻ പ്രോസസ് ആണെന്ന് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തത്. സോ ലക്ഷ്മിന്റെ ഈ ഒരു ജേർണിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ whether you felt that if I couldn't clear this, like ലക്ഷ്മി ഒരു പ്ലാൻ ബി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്ലാൻ ബി ഒക്കെ ഉണ്ടായിരുന്നു സാർ. കാരണം ഞാൻ 3 years ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ജോബ് തന്നെയായിരുന്നു. അതിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ട് ഷിഫ്റ്റ് ചെയ്തതല്ല. ഓൾവേസ് ഐ ന്യൂ ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് ബാക്ക് ടു കോർപ്പറേറ്റ്. റെസ്യൂമെ ഒക്കെ റെഡിയാക്കി എപ്പോഴും അതുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ, ഗ്രേറ്റ്. കമ്മിങ് ടു ഓപ്ഷണൽ. ഇപ്പം ഈ ഓപ്ഷണലും ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് ഇപ്പം അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ how to choose an optional is always a matter of concern for many aspirants. Even though I have backgrounds in some subjects, maybe I get a different kind of advices from different veteran senior aspirants or maybe mentors and all. So with regard to choosing an optional, if you pudiya varunna aspirants node as a topper, like a person who experienced this various process of preparation, endana Lakshmiki parayanullathu? എൻ്റെ ഓപ്ഷണൽ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷണൽസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള സബ്ജക്ട്സ് പോലെയല്ല. മേ ബി യു റിയലി റിക്വയർ എ ടീച്ചർ. കാരണം അത് ഓപ്ഷണൽ നമ്മൾക്ക് ഒരു റാങ്ക് മേക്കിംഗ് ഓർ ബ്രേക്കിംഗ് സംഭവമാണ്. കാരണം 2 പേപ്പേഴ്സ് എഴുതാനുണ്ട് അതിൽ. ആൻഡ് ജനറലി ടോപ്പേഴ്സ് അതിൽ വളരെ നല്ലോണം സ്കോറും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്കോറിലേക്ക് തന്നെ എത്തണമെങ്കിൽ മേ ബി വി ഡെഫിനറ്റ്ലി റിക്വയർ എ ടീച്ചർ. പക്ഷെ ടീച്ചേഴ്സിന് നമ്മൾ ചൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലും ആളുകൾക്ക് ഒരുപാട് മിസ്ഗൈഡഡ് ആയിട്ട് പോകാറുണ്ട്. അപ്പൊ മേ ബി അത് ക്ലിയർ ചെയ്ത ആളുകളോട് സംസാരിക്കുക. ഒരു യൂട്യൂബ് ടെസ്റ്റിമോണിയിൽ ഇത് മാത്രം റിലൈ ചെയ്യാതെ അറ്റ്ലീസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് ഒന്ന് ആ ഒരു എൻവയൺമെന്റിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു പ്രോപ്പർ ടീച്ചറിനെ ചൂസ് ചെയ്യുക. എന്നിട്ട് അവർ പറയുന്നതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ലൈക്ക് പ്ലേസ് ട്രസ്റ്റ് ദെയർ. എന്നിട്ട് കാരണം ബാക്കി നമ്മുടെ ആൻസർ റൈറ്റിംഗ് നമ്മൾ എടുക്കുന്ന എഫേർട്സും ആണ് അതിൽ റിസൾട്ട് ചെയ്യുക. അഗൈൻ കമ്മിങ് ടു ഓപ്ഷണൽ പാർട്ട്. ഈ ഓപ്ഷണലിന്റെ ഒരു പ്രിപ്പറേഷൻ ലക്ഷ്മി എങ്ങനെയായിരുന്നു? ലൈക്ക് ആദ്യം തന്നെ പ്രിലിംസിനോടൊപ്പം ചെയ്തു പോകാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രിലിംസ് മെയിൻസിനോടൊപ്പം ചെയ്തു പോകാറുണ്ടായിരുന്നു? അതോ ഇനി കുറെ കഴിഞ്ഞതിന് ശേഷമാണോ ഓപ്ഷന്റെ പ്രിപ്പറേഷൻ? ഐ മീൻ ദീസ് ആർ സം കൺസേൺസ് ഫോർ ദ ന്യൂ ആസ്പിറൻസ്. വി നോ ദാറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് അറ്റ് ദ ഏർലിയസ്റ്റ്. പക്ഷെ ആസ് എ ടോപ്പർ എന്നുള്ള രീതിയിൽ എന്താണ് ലക്ഷ്മിക്ക് അതിനെക്കുറിച്ച് എപ്പോൾ തുടങ്ങണം? ഓപ്ഷന്റെ പ്രിപ്പറേഷൻ എപ്പോൾ തുടങ്ങണം? നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാനും സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ ഒരു ഓൺലൈനായിട്ട്, അന്ന് കോവിഡിന്റെ സമയമാണ്, അപ്പൊ അതുകൊണ്ട് ഓൺലൈനായിട്ട് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എന്റെ ജേർണി ഒരു പെർഫെക്റ്റ് ആയിരുന്നില്ല വിത്ത് റെസ്പെക്ട് ടു ഓപ്ഷണൽ. കാരണം ഞാൻ ടീച്ചേഴ്സിനൊക്കെ മാറി അൾട്ടിമേറ്റ്ലി ആണ് എന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് അരിതാമസ് നാഷ്വൽ സാർ അവരുടെ അടുത്തേക്ക് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ആയിട്ടൊക്കെ ചെയ്തതുകൊണ്ട് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അതിനെക്കാട്ടും നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആളുകളോട് സംസാരിച്ച് ഒന്ന് ഒരു അനാലിസിസ് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യുക. അത് പ്രിപ്പറേഷന്റെ കൂടെ തന്നെ ഡെയിലി ഒരു 2-3 hours എപ്പോഴും ഇയർ ലോങ് തന്നെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമ്മുടെ ഈ പുതിയ ആസ്പിറൻസിനുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് മേ ബി എന്തായിരിക്കും ഒരു ഡെയിലി റൂട്ടീൻ എന്തായിരിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. മേ ബി 2 കൈൻഡ് ഓഫ്, ഐ മീൻ ഇപ്പോൾ ഒരു ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറന്റ് ഉണ്ടാവാം, ഒരു വർക്കിംഗ് ആസ്പിറന്റ് ഉണ്ടാവാം, ഹി ഓർ ഷീ മേ ബി എ വർക്കിംഗ് പ്രൊഫഷണൽ. അപ്പോൾ ഈ 2 കാറ്റഗറിയിലുള്ള ആസ്പിറൻസിനും എങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഡെയിലി സ്റ്റഡി പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റ് ആണ്. ഇപ്പം മേ ബി നമ്മൾ 2026 ആസ്പെക്റ്റിലേക്കാണ് ഇനി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്ലാസ്സസ് എങ്ങനെയെങ്കിലും നടക്കുന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതിന്റെ ശേഷം നമ്മുടെ അന്നുള്ളത് അന്ന് തന്നെ പഠിച്ചു പോവാം. ബട്ട് ഡോണ്ട് ഫൊർഗെറ്റ്
ആ വീക്ക്ലി എക്സാംസ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം എക്സാംസ് സ്കിപ്പ് ചെയ്യുന്ന സൈക്കിളാണ് ഏറ്റവും ഡേഞ്ചറസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. Okay, okay. പഠിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യാതിരിക്കുക, പ്രിലിംസ് ടെസ്റ്റ് എഴുതാതിരിക്കുക, Okay. ഇതൊന്നും ചെയ്യരുത്. ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്നാലും പഠിച്ചില്ലെങ്കിലും പോയി ഇത് അറ്റൻഡ് ചെയ്യുക. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ കോൺഫിഡൻസ് വരുന്നത് ആൻസർ റൈറ്റിംഗിൽ നിന്നും അതിന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള സെൽഫ് കറക്ഷനും വെച്ചിട്ടാണ്. Okay, okay. അപ്പൊ ഈ ഒരു സൈക്കിൾ നമ്മൾ ഇയർ ലോങ് ഫോളോ ചെയ്യുക. ഇപ്പൊ വർക്കിംഗ് ആസ്പിറൻസ് ആണെങ്കിലും എനിക്ക് ഡെയിലി കുറച്ച് സമയം ഒന്ന് മാറ്റേണ്ടി വരും, മേ ബി 1 hour 2 hour ആ ഒരു ട്രാക്കിൽ നിന്ന് പോവാതിരിക്കാൻ. പക്ഷെ സാറ്റർഡേ സൺഡേസ് ദേ കൻ ഡെഡിക്കേറ്റ് മോർ ടൈം. Okay, fine. പിന്നെ അതുപോലെ ന്യൂസ് പേപ്പേഴ്സ്, അപ്പം ഇങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യുക. ഡെയിലി റൊട്ടീൻ നമ്മൾ നോക്കുമ്പോൾ ഈ വീക്കിലേക്കുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിന് പുറമെ ഡെയിലി ചെയ്യേണ്ടതാണ്. ഓപ്ഷനിൽ ഒരു കുറച്ച് സമയം മാറ്റി വെക്കുക. അതുപോലെ ന്യൂസ് പേപ്പറിന് കുറച്ച് സമയം മാറ്റി വെക്കുക. Okay, okay. ഇങ്ങനെയുള്ള Okay, fine. Newspaper, it's like എങ്ങനെയായിരുന്നു ലക്ഷ്മി കറണ്ട് അഫയേഴ്സിന് വേണ്ടി ന്യൂസ് പേപ്പേഴ്സ് തന്നെയാണോ സ്റ്റിക്ക് ഓൺ ചെയ്തത്, അതോ ഈ കറണ്ട് അഫയർ മാഗസിൻസോ കമ്പൈലേഷൻസോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? ഞാൻ ഇനീഷ്യലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻസ് വെച്ചിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. Okay. പക്ഷെ അതൊരു വളരെ ഫ്ലോഡ് സ്ട്രാറ്റജി ആയിരുന്നു എനിക്ക്. Okay, okay. എനിക്ക് ഒരിക്കലും അത് വെച്ച് കോൺഫിഡൻസ് വന്നിട്ടേ ഇല്ല. Okay, okay. ഞാൻ 2023 തൊട്ടിട്ടാണ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഡെഡിക്കേറ്റഡ്ലി ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് എനിക്ക് 2024 അറ്റംപ്റ്റിൽ ക്ലിയർലി ഉണ്ടായിരുന്നു. എനിക്ക് Okay. കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ വന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. Okay, ഈവൻ അപ് ടിൽ ഇന്റർവ്യൂ സ്റ്റേജ് എന്താണ് ഒരു അവയർനെസ് ഉണ്ടെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. okay, സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ എവറി സ്റ്റേജ്. okay, fine, great. So with regard to the prelims part, അപ്പോൾ സ്റ്റുഡൻസ് ഈ വർഷമാണെങ്കിൽ ഇപ്പം ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് പേഴ്സണലി പറഞ്ഞു അവർ GS നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് സംതിങ് അബവ് 90+ ദേ സ്കോർ ബട്ട് കുഡിൻ ക്ലിയർ, മേ ബി കട്ട് ഓഫ് കൂടിയിട്ടുണ്ടാവാം. ആൻഡ് അഗെയിൻ കമ്മിങ് ടു ദിസ് CSAT പേപ്പർ, അപ്പോൾ ഒത്തിരി കുട്ടികൾ എക്സാം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ CSAT കോമ്പ്രിഹെൻഷനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഈ കീസൊക്കെ ചെക്ക് ചെയ്ത് അവർ ലൈക്ക് ഹാപ്പി ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ വാട്ട് ഐ ഓൾവേസ് എക്സ്പീരിയൻസ്ഡ് ഈസ് ദാറ്റ് നമ്മൾ ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കത്തില്ല ഈ പാസേജസിൻ്റെ ഈ ഇൻഫറൻസ് അസംഷൻ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് UPSC തരുന്ന ആൻസർ എന്ന് പറയുന്നത് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. അപ്പം പലപ്പോഴും കാണാറുള്ളത് ഈ വെബ്സൈറ്റ്സിലൊക്കെ വരുന്ന ആൻസർ കീഴിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, റിയൽ ആൻസറുമായിട്ട് ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. So still what I am saying is that CSAT is a villain for many aspirants. Even though qualifying paper 67 മാർക്ക് ഒക്കെ ആണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ കൗണ്ടും റീസണിങ്ങും കോംപ്രിഹെൻഷനൊക്കെ ഇപ്പോഴും എസ്പെഷ്യലി ദ ക്വസ്റ്റ്യൻ ബിക്കം സോ ടൈം കൺസ്യൂമിങ് ഈവൻ ഫോർ മാത്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസ്. അപ്പം CSAT-നെ കോൺകർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും ലക്ഷ്മീൻ്റെ ഒരു എക്സ്പീരിയൻസിൽ? CSAT എങ്ങനെയായിരിക്കണം ഒരു ഇപ്പം നോൺ മാത്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻ്റ് ആണെങ്കിലും മാത്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻ്റ് ആണെങ്കിലും CSAT-നെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? സാർ ഞാൻ CSAT അത്ര പ്രിപ്പയർ ചെയ്യാറില്ലായിരുന്നു. കാരണം Okay. എനിക്ക് മാത്സിൽ അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ആളാണ്. അപ്പൊ Okay, അതുകൊണ്ട് അത് ഞാൻ മുഴുവനായിട്ട് മാറ്റി വെച്ചൊരു പേപ്പറായിരുന്നു. ആഹാ. പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളിൽ ചിലപ്പം പറയാം. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഐഡന്റിഫൈങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ദി എക്സാം ഹോൾ. Okay, okay. അപ്പൊ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ മുഴുവൻ ഒന്ന് കടന്നു പോകാനുള്ള സമയം നമുക്ക് ഉണ്ടാവണം. Okay, അപ്പൊ എന്റെ ഒരു സ്ട്രാറ്റജി ഞാൻ 15 മിനിറ്റ്സിൽ 10 ക്വസ്റ്റ്യൻസ് കൂടെ എങ്കിലും ഞാൻ കടന്നു പോകുന്നുള്ള ഒരു സ്ട്രാറ്റജി എപ്പോഴും വെക്കാറുണ്ട്. 15 മിനിറ്റ്സിൽ ഞാൻ 10 ക്വസ്റ്റ്യൻസ് കാണും അറ്റ്ലീസ്റ്റ്. അതിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ എന്തായാലും അറ്റൻഡ് ചെയ്യും. മാത്സ് ക്വസ്റ്റ്യൻസിൽ ആ 10 ക്വസ്റ്റ്യൻസിൽ അത് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. okay. ഏതാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഈ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് വിത്തിൻ ദ ടൈം എത്ര എണ്ണമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് Okay. അത് അറ്റൻഡ് ചെയ്ത് പോവാം. ഇത്തവണത്തെ പേപ്പർ എനിക്കറിയാം ലൈക്ക് ഈച്ച് ക്വസ്റ്റ്യൻ നമുക്കൊരു 1 മിനിറ്റിൽ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്സിലൊക്കെ ഇത്തവണ നല്ല രീതിയിൽ ഇൻഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. Okay, അപ്പൊ നമ്മുടെ കാംനെസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക ആ പേപ്പറിൽ. പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കണം. ചിലപ്പോൾ ആ അപ്രോച്ച് നമുക്ക് എക്സാം ഹോളിൽ വർക്ക് ആവില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വർഷം സെറ്റ് ചെയ്യുന്നത്. Okay, okay. ഓവറോൾ എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് കാമായിട്ട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ അത് Exactly. Fine, great. Thank you so much, Lakshmi, for spending this much time with us, and wishing you all the best for your training, your future service. All the best. Thank you. Gallant IAS, chasing your passion to ace.